ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ കേരള സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള പ്രതിഭ സ്കോളർഷിപ്പ് 2024 അപേക്ഷ നേരത്തെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും, അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പ്രതിഭ സ്കോളർഷിപ്പ് നേരത്തെ എല്ലാ വർഷവും കേരള ഗവൺമെൻറ് വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് പ്രതിഭ സ്കോളർഷിപ്പ്. അപ്പോൾ ഒന്നാമതായിട്ട് പ്രതിഭ സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമെന്ന് നോക്കാം. സയൻസ് വിഷയങ്ങളിൽ ബിരുദത്തിന് ചേർന്നവർക്ക് പ്രതിഭ സ്കോളർഷിപ്പ് 2024 അപേക്ഷ നൽകുവാൻ സാധിക്കുന്നത്. അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഏതെങ്കിലും സയൻസ് വിഷയങ്ങളിൽ ഡിഗ്രി, അതായത് +2 സയൻസ് എടുത്തതിന് ശേഷം ഡിഗ്രി സയൻസ് വിഷയങ്ങളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭ സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഫെബ്രുവരി 29 വരെ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾ, കേരളത്തിലുള്ള മുഴുവൻ ഡിഗ്രി സയൻസ് വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ മാർക്ക് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അതായത് +2 മികച്ച മാർക്കോടുകൂടി 1-ാം വർഷ സയൻസ് വിഷയങ്ങളിൽ ബിരുദത്തിന് ചേർന്നവർക്കുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് പ്രതിഭ സ്കോളർഷിപ്പ്. അതായത് ശാസ്ത്ര വിഷയങ്ങളിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ലാതെ തന്നെ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. കാരണം സാധാരണ സ്കോളർഷിപ്പിന് വാർഷിക വരുമാനം, പേരൻസിൻ്റെ വാർഷിക വരുമാനം കണക്കാക്കാറുണ്ട്. എന്നാൽ ഈ പ്രതിഭ സ്കോളർഷിപ്പിന് വാർഷിക വരുമാന പരിധിയില്ല. മുഴുവൻ ആൾക്കാർക്കും, അതായത് വാർഷിക വരുമാനം കൂടിയവർക്കും കുറഞ്ഞവർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് പ്രതിഭ സ്കോളർഷിപ്പ്. +2 സയൻസ് വിഷയങ്ങളിൽ ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +2 നിങ്ങൾക്ക് സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച, അതായത് +2 സയൻസുകാർക്ക് നിങ്ങളുടെ വിഷയങ്ങളിൽ ലഭിച്ച, സയൻസ് വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്കോളർഷിപ്പ് കേരള ഗവൺമെൻറ് നൽകുന്നത്. ഇനി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നു. കാരണം ഒരു കേരള സംസ്ഥാനത്ത് ജനിച്ച് നേറ്റിവിറ്റി കേരള സ്റ്റേറ്റ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇനി ഡിഗ്രി പുറമേയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും അവർക്കും ഈ പറഞ്ഞ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചോളാം, ഫെബ്രുവരി 29 വരെ ഉണ്ട്. അപേക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം ആമുഖം കേട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ +2 മിനിമം 90%, അതായത് ശ്രദ്ധിക്കേണ്ട മിനിമം +2 90% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അത്തരത്തിലെ വിദ്യാർത്ഥികൾ 1-ാം വർഷം, അതായത് സയൻസ് വിഷയങ്ങൾ ഏതെങ്കിലും സയൻസ്, അതായത് ശാസ്ത്ര ബിരുദം പഠിക്കുന്നവരാണ്, അവർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 80% മാർക്ക് മതിയാവുന്നതാണ്. അതേപോലെ തന്നെ വരുമാന പരിധിയില്ലാത്തതിനാൽ എല്ലാ യോഗ്യതയുള്ളവർക്കും ഈ പറഞ്ഞ, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സ്കോളർഷിപ്പ് എത്ര എമൗണ്ട് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. താരതമ്യേന മറ്റ് സ്കോളർഷിപ്പുകളെ അപേക്ഷിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആദ്യ വർഷം, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 12,000 രൂപയും, 2-ാം വർഷം ലഭിക്കുന്നത് 18,000 രൂപയും, 3-ാം വർഷം 24,000 രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അതായത് മിനിമം 75% മാർക്കോടുകൂടി ഡിഗ്രി പൂർത്തിയാക്കുകയും തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് ബിരുദാനന്തര ബിരുദം, അതായത് PG അഡ്മിഷന് ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ, മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് 4-ാമത്തെ വർഷവും 5-ാമത്തെ വർഷവും, അതായത് PG പഠിക്കുന്ന സമയത്ത് പിന്നീട് യാതൊരു പ്രശ്നമില്ലാത്ത 40,000 രൂപ PG ഫസ്റ്റ് ഇയറിലും 60,000 രൂപ PG സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് പ്രതിഭ സ്കോളർഷിപ്പായിട്ട് ഒരു പ്രശ്നമില്ലാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട, ജസ്റ്റ് നിങ്ങളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വരുമാന പരിധികളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സ്കോളർഷിപ്പാണ് പ്രതിഭ സ്കോളർഷിപ്പ്. കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെൻറ് ഈ സ്കോളർഷിപ്പ് വർഷങ്ങളായി നൽകി വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ഇനി എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് kscste.kerala.gov.in
kerala.gov.in എന്നുള്ള ജസ്റ്റ് ഗൂഗിൾ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പ്രതിഭ സ്കോളർഷിപ്പ് പേജിലൂടെ കയറാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക്, അതായത് ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും, നിങ്ങൾക്ക് സ്വന്തം നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പിക്കുക. അതേപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 150 വീഡ്ത്തിലും 200 അതായത് ഹൈറ്റിലും നിങ്ങൾ സെറ്റാക്കിയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പിക്കുക. ഇനി ഒന്നാമതായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, അതേപോലെ തന്നെ +2 റോൾ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ ആപ്ലിക്കേഷൻ ഷുഡ് എൻ്റർ ദ OTP റിസീവ്ഡ് ത്രൂ മൊബൈൽ ഫോൺ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലാണ് നിങ്ങൾക്കൊരു OTP വരിക. ആ OTP നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ കാര്യം നിങ്ങൾ ആമുഖമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രധാനപ്പെട്ട പേജിൽ നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ ജെൻഡർ നിങ്ങൾ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ക്യാപ്ച കോഡ് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് OTP വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾ സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റെപ്പുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതേപോലെ സ്കോളർഷിപ്പിന് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിലെ സ്റ്റെപ്പുകൾ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളൂ. കൃത്യമായിട്ട് ഓരോന്നും സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഫൈനൽ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇനി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ, കാരണം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത സ്റ്റേജ് കാണിക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ എന്തായാലും കേരളത്തിൽ നിലവിൽ സയൻസ് വിഭാഗം ഡിഗ്രി പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് +2 മിനിമം 90% കിട്ടിയവർക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ അവസരം നിങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും തെറ്റുകൂടാതെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ സ്കോളർഷിപ്പുകളും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.